ഹായ്, മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനിയാണെങ്കിൽ ആകെ പ്രാന്തളകി ഇരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ജനലിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ നിധി അവിടെ സുഖിച്ച് താമസിക്കല്ലേ. അതാലോചിച്ചിട്ട് അസൂയപ്പെട്ടിട്ട് വയ്യ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പ്രണവിനെ സോപ്പിട്ടെടുക്കും എന്ന് വെച്ചാൽ സ്നേഹം നടിച്ചിട്ട് അവളുടെ വഴിക്ക് കൊണ്ടുവരും, എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നതിനില്ല വേണ്ട ഞാൻ എന്നെ പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് വാതിലിട്ട് പിടിച്ച് വലിക്കണ ഉന്തണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ കേട്ടിട്ട് ഓടി വരുന്നുണ്ട്. അമ്മയെ നിന്നെ വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മ ഓടി വരുമ്പോൾ പറയാം എന്താ നീ ചെയ്യണേന്ന് ചോദിക്കട്ടെ. ഞാൻ ഈ കഥക്ക് പൊളിക്കും എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡോർ ഞാൻ പൊളിക്കുമെന്ന് പറയുമ്പോൾ ഈ വേണ്ടറി എന്ന് പറയും. എന്നാൽ പിന്നെ തുറക്കുക എന്ന് പറയും. തുറക്കുക എൻ്റെ കയ്യിൽ ചാവി ഇല്ലടി, ചാവി നിൻ്റെ അച്ഛൻ എവിടെയോ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ അതിൽ മടച്ചിട്ട് അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ടേ എനിക്ക് ഈ റൂമിലിരിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ചവറായി, വേഗം തുറന്നു വിട്. തുറക്കാൻ പറ്റില്ല അല്ലേ, എന്നാൽ വേണ്ട ഞാൻ തന്നെ ചത്തോളാം എന്നും പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശിവൻ്റെ അമ്മ പറഞ്ഞു അയ്യോ വേണ്ടടി നീ ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ പോരാം എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ കൂടെ വന്ന് ജനലിൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ ജനല തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ശിവാനിയാണ് ഈ ജനലയുടെ കമ്പിയും അങ്ങനെ ആഞ്ഞ് തലയിടിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. മഹാകള്ളത്തിലാണല്ലോ പിന്നെ. അപ്പോൾ അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മ ബഹളം വയ്ക്കുന്നുണ്ട്, നിർത്തടി ശിവാനി, നിർത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആ നിധി ജീവനോടെ ഇരിക്കുന്നുണ്ട്, പിന്നെ നീ ഇതിൻ്റെ ചാവണേ. എന്നിട്ട് ശിവാൻ്റെ അമ്മ പറയുന്നുണ്ട് മതി, നിൻ്റെ അച്ഛനോട് കെഞ്ചിയതൊക്കെ മതി, ഇനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ എന്തായാലും ചാവി തരാൻ പോകണില്ല. ഇനിയിപ്പോൾ ഞാൻ പഴയ മോഡലാണ് എടുക്കേണ്ടി വരും, പഴയ മാതിരി ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അമ്മ ചെയ്യാൻ പോണേന്ന് ചോദിക്കുന്നുണ്ട്. നീ കണ്ടോ ഇപ്പം നിൻ്റെ അച്ഛൻ തന്നെ വന്നിട്ട് വാതിൽ തുറന്നു തരും, കണ്ടോ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓടിപ്പോയിട്ട് ബഹളം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അവിടെ ഒരു പാത്രം ഇരിക്കുന്നത് അത് ആഞ്ഞങ്ങോട്ട് ചവിട്ടിയിട്ടു കേട്ടോ. അപ്പോൾ നിധിയുടെ അമ്മയും അമ്മാവനും കൂടിയിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് എന്താ എടുത്തി കാണിക്കണേ, എടുത്തേക്ക് എന്താ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് പ്രാന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് ശിവാൻ്റെ അച്ഛൻ. മര്യാദയ്ക്ക് ശിവാനി തുറന്നു കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യും. എന്താ തുറക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ശിവാൻ്റെ അച്ഛൻ. അപ്പോൾ അവളെന്താ ശിവാനി ഇതിന് മാത്രം വല്ല കൊലപാതകവും ചെയ്തു, ചെറിയൊരു നുണ പറഞ്ഞല്ലേ ഉള്ളൂ നിധിനെ ജയിക്കാനായിട്ട്, അല്ലാണ്ട് വേറെ തെറ്റൊന്നും അവൾ ചെയ്തില്ലല്ലോ, തുറന്നു വിടുക അവളേനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിന്, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് മറ്റുള്ളവരുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ടോ. ശിവാനി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ജനലിൽ കൂടെ. അപ്പോൾ പറയുന്നുണ്ട് പാവം നിധി, അവളുടെ ജീവിതമെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ, നീ എന്ത് പറഞ്ഞാലും തുറക്കാൻ പോകണില്ലേ ഇപ്പോൾ ഓടുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് സ്വന്തം മോളുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ല, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുക, നിങ്ങൾ മര്യാദയ്ക്ക് ചാവി ആദ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആകെ പ്രാന്തളക്കിയിട്ട്. അപ്പോൾ പറ്റില്ല തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അച്ഛൻ. ഇതാണല്ലേ നിങ്ങളുടെ തീരുമാനം, അപ്പം ഞാൻ ചത്താലെങ്കിലും നിങ്ങൾ എൻ്റെ മോളിനെ തുറന്നു വിടുമല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അപ്പോൾ ശരിയാക്കി തരാം, അപ്പം ഞാൻ ചാവാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നിധിയുടെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി തുടങ്ങി. എന്നിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് കേട്ടോ, ചേട്ടനെ തുറന്നു വിട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആളൊന്നും വിടണില്ല കേട്ടോ. ശിവൻ്റെ അച്ഛൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ്റെ അമ്മ വേഗം പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രം, ഒരു ടിന്നിൽ മണ്ണെണ്ണയുണ്ട്, അതെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും നിധിയുടെ അമ്മയുടെ ജീവൻ പോയി. അപ്പോഴും നിധിയുടെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടണം കേട്ടോ. നീ വെറുതെ അഭിനയിക്കണ്ട, നിൻ്റെ മോൾ ഒറ്റൊരുത്തി കാരണമാണ് ഈ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ മോൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശിവാനി ഇത് ജനലിൽ കൂടെ നോക്കിയത് ശിവാനി ഭയങ്കര അഭിനയം, അയ്യോ അമ്മ എന്നെ വിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി അഭിനയിക്കാൻ ഭയങ്കര പിടിക്കണല്ലോ. അച്ഛനാണെങ്കിൽ രണ്ടുപേരും അഭിനയം കണ്ടിട്ട് എന്നെങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ശിവാനി, ഞാൻ മരിച്ചാൽ മാത്രമേ ഇയാൾ നിന്നെ തുറന്നു വിടുള്ളൂ, അപ്പോൾ ഞാൻ നിന്നെ വിട്ട് പോകാൻ. നിധിയുടെ അമ്മ വന്നിട്ട് ഇത് മണ്ണെണ്ണയുടെ കന്നാസ് പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ അമ്മേനെ മാറ്റി നിർത്തുന്നുണ്ട് അച്ഛൻ. അപ്പോൾ നിധിയുടെ അമ്മ പറയുന്നുണ്ട് ആദ്യം പോയി ശിവാനി തുറന്നു വിടുക കേട്ടാ, ഇങ്ങനെ നോക്കി നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ഷമ നശിച്ചിട്ട് ശിവാനിയുടെ അമ്മ മേത്ത് മണ്ണെണ്ണ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴും അച്ഛനൊരു കുലുക്കല്ലേ. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ എന്തെങ്ങനെ നോക്കി നിൽക്കണേ, പോയി ചാവി എടുത്തിട്ട് വാ, ഞാൻ തുറന്നിട്ടോളാം ശിവാനീനെ തുറന്നു വിട്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഒരു എനക്കല്ല. അപ്പോൾ ശിവൻ്റെ അമ്മ പറയും ഞാൻ ചത്താലേ നിങ്ങൾക്ക് ബുദ്ധി വരുള്ളൂ, എവിടെ തീപ്പെട്ടി ആവശ്യം നേരത്തെ തീപ്പെട്ടി നോക്കി കാണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടന്ന് തപ്പുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ ജനലോട് പച്ച ഇറങ്ങണില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അയ്യോ ഇയാൾ നോക്കി നിൽക്കണ കണ്ടില്ലേ. വല്ലാത്ത അമ്മയുടെ നിർബന്ധം കാരണം, അതായത് നമ്മുടെ നിധിയുടെ അമ്മ നിർബന്ധിച്ചിട്ട് അച്ഛൻ അവസാനം അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ശിവാനിയും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കണ്ടാവും ജയിച്ചെന്നുള്ള മട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ വിചാരം ഇപ്പം ചാവി എടുത്ത് വരുന്ന അച്ഛൻ, എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് തീപ്പെട്ടി എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അച്ഛൻ വരുന്നത് നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ തിരിച്ച് വന്നപ്പോഴേക്കും വേഗം നമ്മുടെ നിധിയുടെ അമ്മ പറഞ്ഞ് ഏട്ടൻ ചാവി കാട്ട് ഞാൻ തുറക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഏട്ടൻ്റെ കയ്യിൽ തീപ്പെട്ടി. അപ്പോൾ ശിവാനി അമ്മയും കൂടിയിട്ട് ആകെ കണ്ണു തുറച്ച് നിൽക്കട്ടെ, ഇപ്പോൾ ചാവി കിട്ടും ചൊരിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതല്ലേ നീ തിരഞ്ഞുകൊണ്ടിരുന്ന സാധനം, വേഗം ചത്തോ, വേഗം കൊളുത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കൊളുത്താന്ന് പറഞ്ഞിട്ട് തീപ്പെട്ടി ഉരയ്ക്കുന്നുണ്ട്. തീപ്പെട്ടി ഉരച്ച് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ശിവാനി എന്തായാലും പുറത്തേക്ക് വന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സമാധാനം കിടത്തുന്നതിനേക്കാളും ഭേദം നീ ചാവണത് തന്നെയാണ്. അങ്ങനെ ഇത് തീപ്പെട്ടി ഉരച്ച് പക്ഷേ അമ്മ ഓടി മാറിയിട്ട് അവിടെ നിന്ന് വേറെ നാടൻ കളിച്ചതല്ലേ. അപ്പോൾ എന്താടി നീ എന്താ വേണ്ടെന്ന് പറയണം, അയ്യോ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അക്കം പോകണേ, എന്താ വേണ്ടെന്ന് പറയണ, നീ ഇനി എന്തൊക്കെ നാടൻ കളിച്ചാലും അവളെ തുറന്നു വിടുന്ന പ്രശ്നമില്ല,
ഇനിയൊരു കാര്യം, ഇനി അവളെ ശിവാനീനെ തുറന്നു വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നാടകം ഇതേപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ നിൻ്റെ മേലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നത് ഞാനായിരിക്കും. ഓർത്ത് വെച്ചോ നീ. എന്താടി ഇങ്ങനെ കണ്ണുതുറിച്ച് നിൽക്കണേ? നീ എന്താ വിചാരിച്ചാൽ നിൻ്റെ അഭിനയത്തിൽ ഞാൻ അങ്ങോട്ട് വഴങ്ങി നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ വരുന്നെന്ന് വിചാരിച്ചാൽ നീ? എത്ര വർഷമായിടി എൻ്റെ കൂടെ ജീവിക്കണോ നീ? എന്നിട്ട് നിനക്ക് എന്നെക്കുറിച്ച് ഇതുവരെ മനസ്സിലായില്ലേ? വെറുതെ കാശ് കൊടുത്ത് മേടിച്ച മണ്ണാണി നാശാക്കി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയുടെ അമ്മ ചോദിക്കേണ്ടത്, എന്താ എടുത്തി ഈ നാടകത്തിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ചേട്ടനെങ്ങാനും ദേഷ്യം വന്നിട്ട് ആ തീപ്പെട്ടി കൊള്ളി ഒന്നും മേൽക്കിട്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എന്തൊക്കെയാണ് നിങ്ങളീ കാണിച്ചു കൂട്ടണേ എന്ന് ചോദിച്ചിട്ട് നിധിയുടെ അമ്മയും പോയിട്ടോ. അപ്പോൾ ജനലിൽ കൂടെ ശിവാനിയെ നോക്കുമ്പോൾ ശിവാനി ഒരു തുപ്പാട്ടോ. എന്തൊരു അമ്മയെ നിങ്ങളൊക്കെ, എന്തിനേയും പറ്റുമോ ഒക്കെ വേസ്റ്റാക്കി. അങ്ങനെ ശിവാനി അമ്മയും വീണ്ടും ചീഞ്ഞെന്ന് അറിയിട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുതേ.